അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും വെള്ളറടയിൽ ഈ പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് നടന്നത്. സിനിമാ കഥ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ദൃശ്യം മോഡലിനൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറയാറുള്ള അതിന് സമാനമായ രീതിയിൽ ഇതിന് തൊട്ടടുത്ത് ഈ കാണുന്ന വീടിന് തൊട്ടപ്പുറത്താണ് ഈ പ്രിയംവദയുടെ വീട്. ഈ പ്രതികളുടെ വീട്, അതായത് പ്രതികളുടെ ഈ ഇവിടെ കൊന്നു കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ സമീപത്ത് കാണുന്നത്. ഇപ്പോൾ പ്രതിയായിട്ടുള്ള വിനോദ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതായാലും വിശദമായ അന്വേഷണം വേണം. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മൃതദേഹം പുറത്തെടുത്ത് പരിശോധനകൾ നടത്തണം. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക്, കണ്ടെത്തലിലേക്ക് പോലീസിന് ഇനി എത്തേണ്ടതുണ്ട്. ഏതായാലും വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ പ്രിയംവദ താമസിക്കുന്നത് തൊട്ട് അപ്പുറത്തുള്ള വീട്ടിലാണ്. ആ പ്രിയംവദയും അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന സരസ്വതിയും തമ്മിൽ, അവരുടെ കുടുംബവും തമ്മിൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള ഒരു നിഗമനം, ഒരു പ്രാഥമികമായ നിഗമനം അത് പോലീസിന് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിത്തർക്കം അവർ തമ്മിൽ നിലനിന്നിരുന്നു. ഇനി അതെങ്ങാനുമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ വിനോദം ആയിട്ടുള്ള വ്യക്തിവൈരാഗ്യമാണോ, അതിലേക്ക് പോലീസിന് ഒരു നിഗമനത്തിലേക്ക് ഏതായാലും എത്തേണ്ടതുണ്ട്. ഈ സരസ്വതിയാണ് ഈ വീടിന് സമീപത്ത് രക്തക്കറയും അതോടൊപ്പം തന്നെ മുടിയും കിടക്കുന്നത് ഈ പള്ളി വികാരിയോട് പറഞ്ഞത്. തുടർന്നാണ് ഈ കഥയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയത്. വെള്ളറ പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു. കഴിഞ്ഞ 14-ാം തീയതിയാണ്. അത് പ്രിയംവദയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് ലഭിക്കുന്നത്. ആ തിരോധന കേസ് അന്വേഷിച്ച് വരുന്നതിനിടയിലാണ് പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. സരസ്വതിയുടെ മരുമകനാണ് വിനോദ്. സ്ഥിരമായി അദ്ദേഹം ഇവിടെ വരാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെപ്പറ്റി പോലീസിന് ഇനി ഏതായാലും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ആദ്യം മൃതദേഹം ഏതായാലും പുറത്തെടുക്കണം. വിശദമായി ചോദ്യം ചെയ്യൽ ഇപ്പോൾ വിനോദ് അയൽവാസികളുടെ ആരെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമോ? ഇവർ തമ്മിലുള്ള ഈ വഴിത്തർക്കം, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങളാണോ ഈ കൊലപാതകത്തിലേക്ക്, കരിങ്കോലയിലേക്ക് എത്തിക്കുന്നത്? ഇതിന്റെ പ്ലാനിംഗ് സംബന്ധിച്ച്, ആസൂത്രണം സംബന്ധിച്ചൊക്കെയുള്ള എത്ര ദിവസത്തെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് അറിയണം. പിന്നീട് എപ്പോഴാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഈ സംശയങ്ങൾ വെളിപ്പെടുന്നത്. ഈ പരാതി ഉണ്ടാകുന്നു തിരോധാനവുമായി ബന്ധപ്പെട്ട് വെള്ളറ പോലീസിന് മുന്നിലേക്ക്, അതിനുശേഷം നടത്തിയ അന്വേഷണം, പിന്നീട് ഈ പറയുന്ന കുഴിച്ചുമൂടി എന്നതിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? പ്രജീഷ്, ഏതായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ മാത്രമേ ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം എന്നാണ് ഈ കൊലപാതകം നടന്നത്, മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ, എന്താണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്നതിനെ സംബന്ധിച്ചെല്ലാം ഇനി കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്ത് വരേണ്ടതുണ്ട്.